നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വേദനിക്കുന്ന നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കരുണയുള്ളവർ നൽകുന്ന സാമ്പത്തിക സഹായത്തിൻ്റെ സ്നേഹഹസ്തവുമായി ശമരിയൻ ഇന്ന് കടന്നു ചെല്ലുന്നത് കോതമംഗലം കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ നാടുകാണി 9-ാം വാർഡിൽ താമസിക്കുന്ന അനിൽകുമാറിൻ്റെ ഭവനത്തിലേക്കാണ്. വലിയ മലനിരകളും പാറക്കൂട്ടങ്ങളും നിറഞ്ഞ നാടുകാണിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ ചെറിയ വീടാണ് അനിൽകുമാറിൻ്റേത്. എൻ്റെ പേര് ദീപ എന്നാണ്. ഹസ്ബൻഡിൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. ഞങ്ങൾ താമസിക്കുന്നത് കോതമംഗലത്തിനടുത്ത് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലാണ് താമസിക്കുന്നത്. നാടുകാണി എന്ന പ്രദേശമാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് മൊത്തം പാറയുടെ ഏരിയയാണ്. വലിയ മലകളും കുന്നുകളും ഒക്കെയാണ് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ. ഇപ്പോൾ ഇവിടെ ഈ വീട്ടിൽ ഇപ്പോൾ ഞാനും ഹസ്ബൻഡും എൻ്റെ അമ്മയുമാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു മകളുണ്ട്. മകളെ കല്യാണം കഴിച്ചയച്ചു. ഞാൻ എറണാകുളത്ത് ട്രാഫിക്കിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഹസ്ബൻഡിനും എറണാകുളത്ത് ഹോട്ടലിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശ്വാസം മുട്ടലുണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴാണ് ക്രിയാറ്റിൻ കൂടുതലാണ് എന്നറിയുന്നത്. ഒരുപാട് കൂടുതലായിരുന്നു. 25 ആയിരുന്നു ക്രിയാറ്റിൻ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഡയാലിസിസ് വേണമെന്ന് പറഞ്ഞ് എമർജൻസി ആയിട്ടാണ് ഡയാലിസിസ് ചെയ്തത്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നത് ആഴ്ചയിൽ 3 എണ്ണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയാലിസിസിൻ്റെ സമയത്താണ് അറിയുന്നത് 2 കിഡ്നിയും പ്രവർത്തനരഹിതമാണ് എന്നറിയുന്നത്. അതോടുകൂടി ഞങ്ങൾക്ക് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായി. തുടർന്ന് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത് 3 ഡയാലിസിസാണ് ആഴ്ചയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയാലിസിസിന് ഒരു ദിവസം ചിലവ് വരുന്നത് 4000 രൂപയോളമാണ്. അത് ബസ്സിന് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. ഓട്ടോ ചിലവും പിന്നെ മരുന്ന് വാങ്ങുന്നതും ഉൾപ്പെടെ ചിലവ് വരുന്നത് ഒരു 4000 രൂപയോളം ഒരു ദിവസം ചിലവുണ്ട്. ആഴ്ചയിൽ 3 ഡയാലിസിസാണ് ചെയ്യുന്നത്. അതിന് വരുന്ന ഭീമമായ തുക ഞങ്ങളെ കൊണ്ട് വഹിക്കാൻ പറ്റാത്ത ഒരു ചിലവാണ്. ഹോട്ടൽ ജീവനക്കാരനായിരുന്ന അനിൽകുമാറും ട്രാഫിക്കിൽ ജോലി നോക്കിയിരുന്ന ഭാര്യ ദീപയും ഒരു മകളുമായിരുന്നു ഇവിടെ താമസിച്ചു കൊണ്ടിരുന്നത്. ഇതുവരെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളുടെ കൂട്ടുകാരും ഒക്കെയാണ് സഹായിച്ചുകൊണ്ടിരുന്നത്. ഇനി മുന്നോട്ടുള്ള ചികിത്സാ ചെലവ് ഇതിനൊക്കെ തീരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഓരോ ഡയാലിസിസ് കഴിയുമ്പോഴും ഡയാലിസിസ് കഴിയുന്ന ആ ഒരു രാത്രിയാണ് ആൾക്ക് ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. അത് കഴിയുമ്പോൾ പിറ്റേ ദിവസം ശ്വാസം മുട്ടലും പ്രശ്നങ്ങളുമായിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇവിടെ വീട്ടിലുള്ളവർ മറ്റുള്ളവർക്കും ഉറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. വെള്ളം കുടിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. പിന്നെ 3 ദിവസം കഴിയുമ്പോഴാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ 3 എണ്ണം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഠിനാധ്വാനത്തിലൂടെ കുടുംബം പുലർത്തിയിരുന്ന നല്ലൊരു കുടുംബനാഥനായിരുന്നു അനിൽകുമാർ. പെട്ടെന്നൊരു ദിവസം അനുഭവപ്പെട്ട തലകറക്കത്തെ തുടർന്നുള്ള ചികിത്സയിലാണ് വൃക്കസംബന്ധമായ രോഗമാണെന്ന് തിരിച്ചറിയുന്നത്. വൃക്കരോഗത്തെ തുടർന്നുള്ള ഡയാലിസിസ് ആരംഭിച്ചതോടെ തുടരെയുള്ള മറ്റ് ശാരീരിക രോഗങ്ങളും അനിൽകുമാറിനെ ബാധിച്ചു. ഹസ്ബൻഡിന് ഇപ്പോൾ 46 വയസ്സുണ്ട്. കുടുംബം നല്ല രീതിയിൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അസുഖം വരുന്നതും ഇതുപോലെയുള്ള ചിലവുകൾ വരുന്നതും
അപ്പോൾ കുടുംബത്തെ ചിലവുകൾ തന്നെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. മറ്റുള്ളവരുടെ സഹായത്താലും ഒക്കെ കഴിഞ്ഞു പോവുകയാണ്. ഇത് ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു കസിൻ ബ്രദറായ ജയരാജ് വഴുത്തല വഴിയാണ് ഈ കാര്യങ്ങളെല്ലാം. അതായത് മരുന്ന് വാങ്ങുന്നതിനും ഉള്ള ചിലവുകളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഡയാലിസിസിന് ചെല്ലുമ്പോൾ മരുന്ന് വാങ്ങാനും പോലും പൈസയ്ക്ക് ഞങ്ങൾ ബുദ്ധിമുട്ട് വരുന്ന അവസരത്തിലും മറ്റുള്ളവരെ വിളിച്ച് പൈസ തന്നാണ് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ചെയ്തു പോകുന്നത്. ചില സമയത്തൊക്കെ മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാതെ ആൾക്ക് മരുന്ന് കഴിക്കാണ്ടും ശ്വാസമുട്ടും പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും വരെ വന്നിട്ടുണ്ട്. മരുന്ന് വാങ്ങാനുള്ള പൈസകളെല്ലാം തന്നെ മറ്റുള്ളവർ തന്ന് സഹായിച്ചുകൊണ്ടാണ് മരുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്. ഇപ്പോഴും നിരവധി ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾക്ക്. രോഗം കാർന്നു തിന്നുന്ന ശാരീരിക അവസ്ഥയിൽ തീർത്തും അവശനിലയിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ഇപ്പോൾ അനിൽകുമാർ. എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. ഞാൻ കോതമംഗലം താലൂക്കിൽ കീരിപ്പാറ പഞ്ചായത്തിൽ 9-ാം വാർഡിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭാര്യയുടെ പേര് ദീപ. എൻ്റെ ഞങ്ങൾക്കൊരു മകളാണ്. മകളുടെ കല്യാണം കഴിഞ്ഞ് പിന്നെ എൻ്റെ ഭാര്യയുടെ അമ്മ എല്ലാം അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ്. ഡിസംബർ മാസം വരെ ജോലി ചെയ്ത് നല്ല രീതിയിൽ എൻ്റെ കുടുംബം നോക്കി മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കാണുന്ന ഒരു ചെറിയ വീടൊക്കെ വെച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ശ്വാസമുട്ടലിൻ്റെ രൂപത്തിൽ എനിക്കൊരു അസുഖം വന്നത്. അത് പല ഹോസ്പിറ്റലുകളിൽ 3-ാമത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അത് ക്രിയാറ്റിൻ്റെ അളവ് കൂടിയിട്ട് എൻ്റെ ഇരുവൃക്കകളിലും പ്രവർത്തനം നിലച്ച രീതിയിലാണെന്ന് അറിയാൻ സാധിച്ചത്. സ്നേഹനിധിയായ ഭാര്യ ദീപ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് ഭർത്താവിനെ ശുശ്രൂഷിച്ചും ധൈര്യം നൽകിയും കൂടെ നിൽക്കുന്നു. അങ്ങനെ ഇപ്പോൾ കോതമംഗലം മാർബസിലിസ് ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ 3 ഡയാലിസിസ് വെച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇപ്പോൾ കഴുത്ത് തുളച്ചിട്ട് ഈ കഴുത്തിലൂടെയാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കയ്യിൽ അവർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കയ്യിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ പിസ്റ്റൂല എന്ന് പറയുന്ന സംഭവം ഈ കയ്യിലിട്ടിട്ട് 45 ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് എൻ്റെ ഈ കഴുത്തിലെ ഇതെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ കഴുത്തിൽ ഇതെടുത്താലാണ് എനിക്ക് നല്ല രീതിയിൽ ആഹാരം കഴിക്കാനും വെള്ളം കുടിക്കാനും എൻ്റെ ശ്വാസതടസ്സം മാറുന്നതിനുമൊക്കെ എനിക്ക് സാധിക്കുകയുള്ളൂ. ആയതിനാൽ ഈ വീഡിയോ കാണുന്ന നല്ല മനസ്സുകൾ എന്നെയും കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങളാൽ കഴിയുന്ന സഹകരണങ്ങൾ തന്ന് എന്നെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ഈ രോഗവും ചികിത്സയും ഇവരുടെ കുടുംബത്തിൻ്റെ താളം തെറ്റിച്ചപ്പോൾ ഇരുവർക്കും ജോലി നഷ്ടമായി. നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഓരോ ദിവസവും ഇവർ തള്ളി നീക്കുന്നു. എൻ്റെ പേര് ത്രേസ്യാക്കുട്ടി. എനിക്കൊരു മകളുള്ളതാണ്, ദീപ. ഇപ്പം അവരുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. 1 വർഷമായി. അപ്പം മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോന്നു. ദീപയുടെ ഭർത്താവിന് അസുഖം, ശ്വാസം മുട്ട്, നെഞ്ചുവേദന, ഇല്ലാത്ത വിഷമങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയായി ആശുപത്രി കൊണ്ടുപോയി ഡയാലിസിസ് ചെയ്തു. അങ്ങനെ ഇരിക്കണം. ചികിത്സ അതല്ലേ ഓരോരുത്തരും സഹായിച്ചു. ചികിത്സയ്ക്ക് പോയപ്പോൾ പൈസ ഇല്ലായിരുന്നു. അന്നേരം എൻ്റെ വകയായിട്ട് 2500 രൂപ ഞാൻ കൊടുത്തു. അതുകൊണ്ട് പോയിട്ട് ഒരു ഫലവും ഉണ്ടായില്ല. പിന്നെ ഓരോരുത്തരും സഹായിച്ചു
ഇത്രയും ആയി. നിങ്ങൾ പ്രാർത്ഥിച്ച് സഹായിച്ചാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ രോഗത്തിനും മനുഷ്യജീവനും മേൽ അധികാരമുള്ള ദൈവം ഞങ്ങളെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ കഴിയുന്ന ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തിക സഹായത്തിനായി കൈകോർക്കാം. കാരുണ്യത്തിൻ്റെ സഹായഹസ്തം ഇവർക്ക് നേരെ നീട്ടാം. അനിൽകുമാറിനെ പുതിയൊരു ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ സ്വപ്ന മോൾ എന്ന 16 വയസ്സുകാരിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. സ്വപ്ന മോൾക്ക് 2 വർഷം മുമ്പ് കിഡ്നി ഫെയിലിയറായി. 6 മാസം മുമ്പ് കിംസ് ആശുപത്രിയിൽ വെച്ച് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. അവളുടെ അമ്മ, എൻ്റെ വലതുവശത്ത് നിൽക്കുന്ന ഷീജിയാണ് കിഡ്നി നൽകിയത്. പക്ഷേ അത് വിജയിച്ചില്ല. വീണ്ടും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനുള്ള പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആഴ്ചയിൽ 4 പ്രാവശ്യമാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത്. അവർ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ളൊരു കുടുംബമാണ്. ഓട്ടോറിക്ഷ ഓടിച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിലാണ് ഈ സ്വപ്ന മോളെക്കുറിച്ച് പരിചയപ്പെടാൻ ഗുഡ്നസ് TVയിലൂടെ അവരുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനുമായിട്ട് ഇടയായത്. അതിൻ്റെ ഫലമായിട്ട് സമാഹരിച്ച തുക 2,10,000 രൂപയാണ് ഇപ്പോൾ കൈമാറുന്നതിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അവസരത്തിൽ ഗുഡ്നസ് TVയുടെ പേരിൽ ഈ തുക സ്വപ്ന മോളുടെ അമ്മ ഷീജയ്ക്ക് ഞാൻ കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് TVയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുവാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ സ്വപ്ന മോളുടെ ആവശ്യം നിങ്ങളെ അറിയിച്ചപ്പോൾ നല്ലവരായ ഗുഡ്നസ് TVയുടെ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് സ്വയം മറന്ന് സഹായിക്കുന്നതിന് തയ്യാറായി. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും ഇപ്പോൾ കൈമാറുന്നതിനുമായിട്ട് സാധിച്ചത്. ചെറിയ വിധവയുടെ ചില്ലിക്കാശ് പോലെ ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ചപ്പോഴാണ് ഇത്രയും വലിയ ഒരു തുക കൊടുക്കുന്നതിനായിട്ട് സാധിച്ചത്. ഗുഡ്നസ് TVയുടെ പ്രേക്ഷകർ, അവർ സംഭാവന ചെയ്യുന്നവർ വലിയ ധനികരൊന്നുമല്ല, കൂലിവേലക്കാരും അന്നത്തെ അപ്പത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുമൊക്കെയാണ്. അവരുടെ ആവശ്യങ്ങൾ പലതും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒരു നല്ല കാര്യത്തിന് വേണ്ടി പണം മാറ്റിവെക്കുന്നതിനായിട്ട് അവർക്ക് സാധിച്ചത്. ഈ അവസരത്തിൽ അവരെ എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഗുഡ്നസ് TVയുടെ പേരിൽ നന്ദി പറയുന്നു. ദൈവം അവരെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സ്വപ്ന മോളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും അധ്വാനിക്കാനുള്ള ശക്തിയുമൊക്കെ നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് ആയുസ്സും ആരോഗ്യവും അധ്വാനിക്കാനുള്ള കഴിവുമൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ അധ്വാനിച്ച് പണം സമ്പാദിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നത്. ദൈവം നൽകിയ അനുഗ്രഹം മറ്റുള്ളവരുടെ നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി ചെലവഴിക്കുന്നതിന് നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹം ദൈവം നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധമായിട്ട് നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇനിയും ഈ സ്വപ്ന മോളെ ഓർക്കുകയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും വേണം. നടക്കുന്ന ഓപ്പറേഷനിലൂടെയും മറ്റ് ചികിത്സകളിലൂടെയും ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് രോഗസൗഖ്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും കടന്നു വരുന്നതിനും വിദ്യാഭ്യാസം തുടരുന്നതിനുമുള്ള
അനുഗ്രഹം നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ചമരിയാൻ എന്ന പ്രോഗ്രാമിലൂടെ എൻ്റെ കുഞ്ഞിൻ്റെ രോഗവിവരം അറിഞ്ഞ് ഞങ്ങളെ സഹായിച്ച ഗുഡ്നസ് TV-യുടെ എല്ലാ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് ഞങ്ങളെ സഹായിച്ച എല്ലാ ജനങ്ങൾക്കും സർവശക്തനായ ദൈവത്തിനും ഒരുപാട് നന്ദി പറയുന്നു.